ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSLC സ്റ്റുഡൻസിൻ്റെ ലാസ്റ്റ് മിനിറ്റ് എന്താ പറയുക, ഇനിയിപ്പോൾ ഒട്ടും ദിവസമില്ല, ഇനി നമ്മുടെ കയ്യിലധികം ദിവസമില്ല. അപ്പോൾ ഈ ദിവസങ്ങൾക്കുള്ള എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ടൈം മാനേജ് ചെയ്യുക, അതിന് പറ്റിയൊരു ടൈം ടേബിളാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഡു വാച്ച് ടിൽ ദി എൻഡ്. ഓക്കെ, നമ്മൾ നേരെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം മലയാളമാണ്. അപ്പോൾ ഇന്ന് തൊട്ട് തുടങ്ങും. നാളെയാണ് 3-ാം തീയതി. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ഞാൻ പഠിച്ചു ഞാൻ വിചാരിക്കുന്നു, മലയാളം നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10:30 തൊട്ട് എടുക്കാം. 9:30 തൊട്ട് നിങ്ങൾ എന്നാൽ രാവിലെ 4 മണി വരെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ഒരു ടൈം 6.5 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടി. 6.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു. ഓക്കെ, 6.5 മണിക്കൂറും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടോപ്പിക്ക് കവർ ചെയ്യാം. പ്രത്യേകിച്ച് മലയാളം തന്നെ നോക്കണമെന്നില്ല, നിങ്ങൾക്ക് സോഷ്യൽ കവർ ചെയ്യാം, അല്ലെങ്കിൽ മാത്സ് നോക്കാം. മാത്സിന് ഇഷ്ടംപോലെ ടൈം ഉണ്ട്, വേണമെന്നുള്ളൊരു സോഷ്യൽ നോക്കാം. അതായത് ഒരു 3 മണിക്കൂർ, 6.5 മണിക്കൂറിൽ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് സോഷ്യൽ നോക്കാമല്ലോ. കുറച്ച് നേരം മലയാളം നോക്കാം, ബോറടിക്കുമ്പോൾ സോഷ്യൽ നോക്കാം. നിങ്ങളെ തന്നെ എന്താ പറയുക, ഫോഴ്സ് ചെയ്യണം. നമുക്ക് സോഷ്യൽ അത്ര താല്പര്യമുള്ള സബ്ജക്റ്റ് ആവണമെന്നില്ല. കഥ അല്ലെങ്കിൽ ലൈവ് കേൾക്കുക, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന പോലെ നിങ്ങളെ തന്നെ പഠിപ്പില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ പഠിച്ചു നോക്കാം. ഞാനൊക്കെ അങ്ങനെയാണ് സോഷ്യൽ പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇതിൽ 6 മണിക്കൂർ പഠിച്ചു, നിങ്ങളത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. അടുത്ത ദിവസം എക്സാം എഴുതാൻ പോവാം. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിൻ്റെ ദിവസം നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ദിവസം ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ദിവസം, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ സോഷ്യൽ പഠിക്കുക. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങളിപ്പോൾ മലയാളം എക്സാം എഴുതി കഴിഞ്ഞ് വന്ന് ഉച്ച വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഒരു 4:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഫ്രഷായി റെഡി ആയിട്ട് പഠിക്കാനിരിക്കുക. ആ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കവർ ചെയ്യാം. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒന്നും കൂടി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു 6:30 വരെ, അല്ലെങ്കിൽ 4:30 to 5:30 വരെ പഠിച്ചാൽ മതി. 1 മണിക്കൂർ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ 9:30 പഠിക്കാനിരുന്നാൽ മതി. 9:30 to 4 മണി പിന്നെയും നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ടൈം ടേബിൾ ഇങ്ങനെ സൈക്കിൾ പോലെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, അടുത്ത ദിവസം ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ആ ഒരു 6.5 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഇംഗ്ലീഷ് നോക്കാം, PYQs അറ്റൻഡ് ചെയ്യാം. ഇംഗ്ലീഷിനൊന്നും നിങ്ങൾക്ക് എന്തായാലും 6 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ സംഭവം തീർക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ. നിങ്ങൾ എത്ര PYQ ചെയ്യുന്ന, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും നല്ലത്. അതിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂർ വെച്ച് എന്ത് ചെയ്യുക, സോഷ്യലും പഠിക്കാം. സോഷ്യലാണ് കുറേ പേർക്ക് പാടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഏതാണോ പാട് ആ സബ്ജക്റ്റ് അതിൻ്റെ ഇടയിൽ പഠിക്കാം. മാത്സ് നോക്കാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് 7 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലേ? 11, 12, 13, 14, 15, 16 7 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ. ആ ടൈമിൽ ലാവിഷായിട്ടൊന്ന് പഠിക്കാനുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് മലയാളം എക്സാം. മലയാളത്തിലും ഇതേപോലെ തന്നെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞില്ല. 6.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫുൾ ടെക്സ്റ്റ് വായിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം ടെക്സ്റ്റ് വായിക്കാം. പിന്നെ ഇനിയും ഉണ്ട് ടൈം കേട്ടോ, ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും അങ്ങനെ ഓർക്കുക. നിങ്ങൾ 6.5 മണിക്കൂർ പഠിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ 4 മണിയോടെ 6.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തത്. അതായത് രാവിലെ 4 മണി ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ മലയാളം ടെക്സ്റ്റ് കവർ ചെയ്തു. ഇനിയും സമയമുണ്ട്, ഇനിയൊരു ദിവസമുണ്ട്. ആ ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം വീഡിയോ ആണോ അല്ലെങ്കിൽ ഇതെല്ലാം വായിച്ച് നോക്കിയോ PYQ ചെയ്യാനുള്ള ഇഷ്ടം പോലെ ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ടൈമുണ്ട്, നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ സെയിം തന്നെയാണ് സോഷ്യലിന് 2 ദിവസമുണ്ട്. ഇതേപോലെ നിങ്ങൾ ഓരോ ദിവസം 2 മണിക്കൂർ സോഷ്യലിന് വേണ്ടി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതേപോലെ 2 ദിവസം ഗ്യാപ്പെങ്കിൽ നിങ്ങളെപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടൈം നിങ്ങൾക്ക് ഇതിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ സോഷ്യൽ 2 ദിവസമുണ്ട്, 48 മണിക്കൂറുണ്ട്. സുഖമായിട്ട് ഇരുന്ന് ഇതേപോലെ സോഷ്യലിൻ്റെ ടെക്സ്റ്റ് കവർ ചെയ്യാണ്ട് മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അതാണ് ഞാൻ നമുക്ക് ഒരുപാട് ടെക്സ്റ്റിൽ എല്ലാം ലൈൻ ബൈ ലൈൻ ഒന്നും ചോദിക്കില്ലല്ലോ. സോ അതുകൊണ്ട് മാക്സിമം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കവർ ചെയ്യുക, PYQs അറ്റൻഡ് ചെയ്യുക. ടൈമർ വെച്ചിട്ട്, അതായത് ഈ ലാംഗ്വേജ് ഉൾപ്പെടെ ടൈമർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സിന് 7 ദിവസമുണ്ട്, ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇതേപോലെ എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ് ഓൾ നൈറ്റർ ഒന്നും പുള്ളി ചെയ്യാൻ, അതായത് ഓൾ നൈറ്റർ മീൻസ് ഇതേപോലെ രാത്രി 9:30 4 മണി അങ്ങനെ എഴുന്നേൽക്കണം എന്നൊന്നും ഞാൻ പറയില്ല. രാവിലെ ഒരു 7:30 അല്ലെങ്കിൽ 8:30 അത്ര മതിയാവും. ഒക്കെ എണീറ്റിട്ട് നിങ്ങൾ രാത്രി ഒരു 11:30 12 മണി വരെ ഇരുന്ന് പഠിച്ചാൽ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ടൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ 19-ാം തീയതി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഹിന്ദി എക്സാം ഉണ്ട്. അപ്പോൾ മാത്സ് കഴിഞ്ഞ് ഒരു ദിവസമാണ് ഹിന്ദി എക്സാമിനുള്ളൂ. മാത്സ് ഇതേപോലെ ഉച്ചയ്ക്കാണല്ലോ. ഉച്ച കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസം മാത്സ് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഹിന്ദിയോ ഫിസിക്സോ പഠിക്കാം. എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ അത് പഠിക്കാം, അത് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഹിന്ദി എക്സാം ഇതേപോലെ ഒരു ദിവസം തന്നെ മതി. ഭയങ്കര പാടോ ടഫൊന്നും അല്ല.
സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒന്നും വലിയ കാര്യത്തിലൊന്നും നോക്കൂല. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ഒരുപാട് ഗ്രാമറൊന്നും അത് ഓർത്ത് ഭയങ്കര ടെൻഷൻ ആവേണ്ട. ഒരുപാട് ഗ്രാമറൊന്നും നോക്കൂല. ടെക്സ്റ്റ് പറ്റുന്നവർ വായിക്കുക. ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിലും ഞാൻ ടെക്സ്റ്റ് വായിക്കാൻ ഞാൻ എൻകറേജ് ചെയ്യും. അതല്ല പറയുന്നത്, അല്ലാതെ ലൈവ് കാണാം. ഓക്കെ, ലൈവ് കാണുമ്പോൾ അവർ ഞാനിപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ബേസ് ഞാൻ പറയാം. അവരെന്താ, ആ ടീച്ചർ സാർ എന്ത് ചെയ്യും, ഹിന്ദി ലൈൻ വായിക്കും, എന്നിട്ട് അതിന് മലയാളാർത്ഥം പറയും. അങ്ങനെ വായിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഹിന്ദി വേർഡ്സ് ഉണ്ടല്ലോ, അത് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് അതൊന്ന് നോക്കുക. ഓക്കെ, കുറച്ച് റിപ്പീറ്റഡ് വേർഡ്സ് ഉണ്ടാവും ആ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, അതെന്തായാലും നോക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് ഹിന്ദിയിലുള്ള കാര്യം. ഇതേപോലെ ഒരു ദിവസം തന്നെ മതി. ഇതേപോലെ നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട്, 24+ മണിക്കൂറുണ്ട് ആ മാത്സ് എക്സാം കഴിഞ്ഞിട്ടുള്ള ഉച്ച സമയം കൂടി കൂട്ടിയിട്ട്. സോ ഇഷ്ടം പോലെ സമയമുണ്ട് നിങ്ങളിരുന്ന്. ഹിന്ദിക്കൊക്കെ ലാംഗ്വേജാണ്, സമാധാനമായിട്ടിരുന്ന് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ 22, 23 2 ദിവസം കൊണ്ട് കെമിസ്ട്രിക്ക് 48 മണിക്കൂർ പ്ലസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ഇതേപോലെ തന്നെ എന്താ പറയുക, ടൈം ഇതേപോലെ മാനേജ് ചെയ്ത് വേണമെന്നുള്ളവർ ഓൾ നൈറ്റർ പുൾ ചെയ്തിട്ട് ഇതേപോലെ ഒരു 9:30 to 4 മണി ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ 48 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു. കെമിസ്ട്രി പാടുള്ളവരാണ്, കെമിസ്ട്രിക്ക് ഞാൻ പറയാം ഇഷ്ടംപോലെ PYQ ചെയ്യാനാണ് ഞാൻ പറയാം. പിന്നെ കെമിസ്ട്രിയിൽ ഇതുപോലെ ടെക്സ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതും ഒന്ന് വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റ് വായിക്കാൻ നിൽക്കുക. ഓക്കെ, ഇത് 48 മണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ കവർ ചെയ്ത് പോയാൽ മതി. ഇനി ഞാൻ പറഞ്ഞില്ല, മാത്സിൻ്റെ ആ ഒരു 7 ദിവസം ഗ്യാപ്പുണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഫിസിക്സ് ആണോ ബയോളജി ആണോ എന്താ പാടുന്നത് വെച്ചാൽ 2 മണിക്കൂർ വെച്ചിട്ട്, അതായത് ഇടയ്ക്ക് ഒരു ദിവസം 2 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ എക്സാം ബയോളജിയാണ്. ബയോളജി നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ഒന്ന് മാക്സിമം നോക്കി പോവുക. കാരണം ഓൾമോസ്റ്റ് ബയോളജി ടെക്സ്റ്റിലൊക്കെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇതെല്ലാം PYQ ചെയ്യാം. ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ 10ൽ മുമ്പത്തെ വർഷത്തെ മോഡൽ എക്സാമിലൊരു ക്വസ്റ്റ്യൻ, ബ്രെയിനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്നോണ്ടാണ്. ബ്രെയിനിൻ്റെ ഒരു പാർട്ട് വന്നിട്ടൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ വേറൊരു പാർട്ടാണെന്ന് വിചാരിക്കുക. ആ ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ അത് ഇയർ ആയിരുന്നു എന്ന് തോന്നുന്നു, ഇയർ ബേസ് ചെയ്തെന്നുകൊണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ ആൻസർ. ബ്രെയിനിൻ്റെ ഒരു ഭാഗം തന്നിട്ട് അത് ഏതാണ്, അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ് കൺട്രോൾ ചെയ്യണില്ല. കുറച്ച് ട്വിസ്റ്റായിട്ടാണ് ചോദിച്ചത്. കുറച്ചധികം പേര് ആ ഭാഗം തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. 2 ദിവസം ഇവിടെ 48 മണിക്കൂർ പ്ലസ് ഉണ്ട്. നിങ്ങൾ സാവധാനം പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് എഴുതാൽ മതി. ബയോളജിയൊക്കെ 1 വേർഡാണ്. നിങ്ങൾ ഒരുപാട് അധികം ഒന്നും പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒരുപാട് PYQ ചെയ്യുക, ലൈവ് കാണാം, ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക. പിന്നെ ഓരോ അസുഖങ്ങൾ, പിന്നെ മെയിനായിട്ട് ഡയഗ്രാംസ് എല്ലാം നോക്കി പോയാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അധികം ഞാൻ ഇനി ലാഗാക്കുന്നൊന്നുമില്ല. അത്രേ ഉള്ളൂ നമ്മുടെ സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. എന്താ പറയുക, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ഫുള്ള് കവർ ചെയ്യണം എന്നുള്ളത് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോളും. എന്നിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ കവർ ചെയ്തതിന് ശേഷം ഒന്ന് PYQ ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പോയിൻറ്റ്സൊക്കെ മിക്കവാറും കിട്ടും. കാരണം നമ്മൾ SSLC ഒക്കെ കുറേ റിപ്പീറ്റഡ് തന്നെയാണ് വരാറ് മിക്ക വർഷം കേട്ടോ. മിക്ക വർഷം അങ്ങനെ തന്നെയാണ് വരാറ്. അങ്ങനെ ട്വിസ്റ്റായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ മാക്സിമം PYQ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളിതുപോലെ SSLC അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കേട്ട് നോക്കുക. എന്തെങ്കിലും ടോപ്പിക്ക് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ, ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇപ്രാവശ്യം ചോദിക്കുന്നത്, ടഫാണ് ഇപ്രാവശ്യം ഒരു ഇതുണ്ട്. നേരെ 30% കുറച്ച് ടഫല്ല അവിടെ, ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലോണം ഇപ്പോഴും പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഏസ് ചെയ്യാൻ പറ്റുന്ന എക്സാമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇനി ഇതിൽ A+ തന്നെ കിട്ടണം എന്നൊന്നും ഞാൻ പറയില്ല. SSLCക്ക് A+ കിട്ടിയാലേ പറ്റൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുവാണെങ്കിൽ ഒന്നെങ്കിൽ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇടണോ റിസൾട്ടിന് മുമ്പ് ഇടണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കുറേ പേര് അതോർത്ത് സ്ട്രെസ്ഡാണ്. ഞാൻ റിസൾട്ടിന് മുമ്പ് ഇടണോ വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.